ഓടിയില്ല അത്. അങ്ങനെ അത് കയറി നമ്മളൊന്ന് ഹെൽപ്പ് വേണ്ടി വന്നില്ല. അങ്ങോട്ട് പോവാം. നമ്മുടെ വണ്ടി പതുക്കെ ഇറങ്ങിണ്ട. അസ്സലാമു അലൈക്കും. ഒരു യാത്രാ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽത്താഫ്. കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അല്ലേ, കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പെൺകൊച്ച് ജനിച്ചു. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല പോലെ നടന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുടുംബക്കാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ എല്ലാവരുടെയൊക്കെ. അപ്പോൾ നെയ്ഹാസറിൻ അതാണ് നമ്മുടെ കൊച്ചിൻ്റെ പേര്, പെൺകൊച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. കഴിഞ്ഞ ജനുവരി 9 ജനിച്ചത്. ഇവിടെ ഹമ്മദ് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ കൊച്ചിൻ്റെ കുറച്ച് വിസയും കാര്യങ്ങളും പാസ്പോർട്ടൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇനി വീഡിയോകൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര എങ്ങനെയാണെന്നറിയേ, അടിപൊളി സ്ഥലത്താണ്. അത് ഏതാണെന്നല്ലേ, അതിന് മുമ്പേ ഗൾഫ് രാജ്യം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിയെത്തുന്നത്? കുറച്ച് ഈത്തപ്പന, ഒട്ടകങ്ങൾ, മരുഭൂമി. യെസ്, മരുഭൂമി. അവിടേക്കാണ് ഇന്നത്തെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ ഈ വണ്ടിയിലല്ല, എൻ്റെ ബ്രദർ വരും. ആ ബ്രദറിൻ്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ എയിൻഗാലിദിൽ കുറച്ച് സ്ഥലത്ത് കൊണ്ടുപോയിട്ടേക്കാണ്. അവിടെ ബ്രദർ വരും, ബ്രദറുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മരുഭൂമിയിലെ യാത്രയുമായിട്ട് നമുക്കൊരു യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി തുടങ്ങാം. സീലൈൻ ബീച്ച് ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ കടലും വിശാലമായ മരുഭൂമിയും തമ്മിൽ ഒന്നിക്കുന്ന അപൂർവമായ കാഴ്ച കാണാൻ കഴിയും. സീലൈനിലെ ഡെസേർട്ട് ഡ്രൈവിംഗ് ലോക പ്രശസ്തമാണ്. ഉയർന്ന മണൽ കുന്നുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നത് അത്യന്തം ആവേശകരമായ അനുഭവമാണ്. സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ സാഹസിക വിനോദങ്ങൾ ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നു. ഖത്തറിന്റെ പ്രകൃതി സൗന്ദര്യവും സാഹസിക ആത്മാവും ഒരുമിച്ചു അനുഭവിക്കാനാകാവുന്ന മനോഹരമായ സ്ഥലമാണ് സീലൈൻ ബീച്ച്. ഇതാണ് എൻ്റെ ബ്രദർ, പേര് അർഷാദ്. പിന്നെ ബ്രദറിന്റെ ഒരു 2 ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ട്. ഇത് പ്രണവ്, പിന്നെ ബാക്കിലും കൂടി ഒരാൾ ഇരിപ്പുണ്ട് കേട്ടാ, അത് റിയാസ്. ഇതാണ് റിയാസ്. അങ്ങനെ സീലൈൻ ബീച്ചിന്റെ അങ്ങോട്ട് പോകുമ്പോഴേ റൈറ്റ് സൈഡിൽ കുറെ മണലും കാര്യങ്ങളൊക്കെ ആണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെ പ്ലാന്റും ഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് റൈറ്റ് സൈഡിൽ തന്നെ കുറെ ബഗ്ഗികളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെയും കൂടി ഒന്ന് കാണാം. അങ്ങനെ പോയി ഞാൻ മിസ് ചെയ്ത് എത്തിയേക്കണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറെ വണ്ടികൾ, മറ്റേ ബഗ്ഗിയൊക്കെ ഇല്ലേ സൈഡിൽ കൂടി പോകുന്ന ചെറിയ വണ്ടികളൊക്കെ, അതൊക്കെ അവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടി ഒന്ന് കാണാനല്ല. ഇവിടെ ബഗ്ഗികളൊക്കെ റെന്റിന് കൊടുക്കുന്ന സ്ഥലം ഉണ്ടാകും. ഇത് കുറെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ടുകൊണ്ട് മണിക്കൂറിലെങ്ങാണ്ട് അതിന്റെ റേറ്റ് തന്നെ എന്നാണ്. 1 മണിക്കൂർ എങ്ങാണ്ട. അതിൽ 4 പേർക്ക് ഇരിക്കണോണ്ട്, പിന്നെ അതുപോലെ ഒരാൾക്ക് ഇരിക്കണുണ്ട്, 2 പേർക്കൊക്കെ ഇരിക്കണൊക്കെ ഉണ്ട്. സീലൈൻ ബൈക്ക് റെന്റല് ഇവിടെ നിന്നാണ് വണ്ടിയൊക്കെ റെന്റിന് എടുക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ബക്കിക്ക് 1 മണിക്കൂറിൽ 150 റിയാലാണ് വന്നത്. പിന്നെ റേറ്റ് കൂടിയതൊക്കെ ഉണ്ട്, 400, 450 ഒക്കെ ഉണ്ട് കേട്ടോ, മണിക്കൂറിനനുസരിച്ചിട്ട്. ചുമ്മാ ഇതിലൊന്ന് കയറി നോക്കാം. അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ലടാ. ആ പേരെന്താ? അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അരമണിക്കൂർന്നല്ല, 1 മണിക്കൂർന്നാ പറഞ്ഞത്. ഓ അവിടെ ഒരുത്തം വട്ടം ചാടി. എന്തായാലും ഡെസേർട്ടിലേക്ക് പോകുമ്പോഴൊന്ന് ഫ്യൂവൽ അടിച്ചിട്ട് ഇവിടെ വൊക്കോദിന്റെ പമ്പ് ഉണ്ട് കേട്ടോ, അവിടെ കയറിയിട്ട് ഫ്യൂവൽ അടിക്കാം. നല്ല തിരക്കാണ് കേട്ടോ, ഇവിടെ ഭയങ്കര തിരക്കാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ടീ ടൈം ഉണ്ട്, അവിടെ കയറിയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് പോവാം. അങ്ങനെ ടീ ടൈമിൽ ഒരു ചായ പറഞ്ഞു ഞാൻ റിയാസ് ഭായി. ചായ വന്ന്
വണ്ടി ഡെസേർട്ട് കയറ്റണേക്ക് മുമ്പേ വണ്ടിയുടെ എയർ കളയാൻ വേണ്ടി നിർത്തിയിട്ടേക്കണ, അല്ലെങ്കിൽ വണ്ടി മണലില് പൊതഞ്ഞു പോകും. പിന്നെ ഡെസേർട്ടിൽ കൂടി പോകുന്ന ഒരു ബസ് കണ്ടിട്ടുണ്ടോ? അതാണ് ഈ കാണുന്നത് ദോഹ ബസ്. ഭയങ്കര വലിയ ബസ്സാണ് ഈ കാണുന്നത്. ഇതിന്റെ ടയറിന്റെ വലിപ്പമൊക്കെ നോക്കി, ഏകദേശം എന്നേക്കാൾ ഹൈറ്റിലാന്നോട്ടോ ടയറൊക്കെ. ദോഹ ബസ് അഡ്വഞ്ചർ. പിന്നെ അതിന്റെ ബാക്കിൽ തന്നെ വേറൊരു ബസ്സും കൂടി കിടപ്പുണ്ട് കേട്ടോ. അത് എത്തിനേക്കാളും ചെറുതാണെങ്കിലും നല്ല ഹൈറ്റ് ഉണ്ട് അതും. ഈ ബസ്സിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ നോക്കി. ഇതിന്റെ അകത്തേക്ക് ഞാൻ ചോദിച്ചപ്പോ കയറ്റാനുള്ള. അങ്ങനെ വണ്ടിയുടെ എയർക്ക് കളഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അതിനു മുമ്പേ കുറച്ച് ഒട്ട സവാരി, പിന്നെ അതുപോലെ തന്നെ കുറെ കുതിര സവാരിയൊക്കെ നമുക്ക് അതുകൂടിയും കാണാല്ലേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഓരോ ഒട്ടകങ്ങളുണ്ട്. അതിൽ കുറച്ച് ഒട്ടകത്തിന്റെ മുകളിൽ കുറെ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് സഫാരി ചെയ്യാൻ വേണ്ടി. ഈ കാണുന്നത് കണ്ട പോണി, അതായത് കുതിരയുടെ ചെറുത്. ഇതിന്റെ സ്കിന്നൊക്കെ വെൽവെറ്റ് പോലെ ഉണ്ട് കണ്ടിട്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫാൽക്കൺ പക്ഷിയും കിടപ്പുണ്ട് കേട്ടോ. നല്ല കളറിലുള്ള പോണിയല്ലേ. ഇതൊരു ചെറിയൊരു കൊച്ചണ്ട വലിച്ചുണ്ടോണത്. കൂടെ ആളുണ്ട് കേട്ടോ ഇതിന്റെ. സീ ലൈൻ ബീച്ചിൽ വന്നാലേ ഇതൊരിക്കലും മിസ് ചെയ്തിട്ട് ഈ സ്ഥലം. കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണിത്. ഇനിയാണ് ഇപ്പൊ ഞങ്ങൾ ഡെസേർട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള പോക്കുകളൊക്കെ അടിപൊളിയായിരിക്കും. നോക്കിയോ, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങളുടെ ഡെസേർട്ട് ഡ്രൈവ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. എന്തായാലും നമുക്ക് ഡെസേർട്ട് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഇതേ 4 വീൽ ഡ്രൈവിലേക്ക് ഇടാണ്. ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്, അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇതേ ക്യാമറ ഞാൻ പ്രണവ് ഭായിനെ ഏൽപ്പിക്കാണ്. ഇത് പതുക്കെ പതുക്കെ ശരിക്കാവുന്നുണ്ട്. പടച്ചോന്റെ നടുവൊക്കെ അടിപൊളി. ഇത് അവിടെ ക്യാമറയൊക്കെ പോണോക്കി. പകുതി കയറി. ഇവിടെ ആൾക്കാർ ഫോട്ടോഷൂട്ടാണ് ഒട്ടകപ്പുറത്തൊക്കെ ഇരുന്നിട്ട്. എന്തായാലും ഓ എന്റെ ഫ്രണ്ടിൽ കൂടി പടച്ചോരെ അടിപൊളി അടിപൊളി. ലെഫ്റ്റ് സൈഡിൽ കുറെ ഇതൊക്കെ ഉണ്ട്, ടെന്റൊക്കെ ഉണ്ട് കേട്ടാ. നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ അടിപൊളിട്ടാ. ഭയങ്കര ചാട്ടമുണ്ട്, ജമ്പാണ്. നടുവൊക്കെ നല്ല സുഖം. ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഇങ്ങനെ ചാടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, മണല് കൂടി യാത്ര അടിപൊളിയാണ്. ബഗ്ഗിയോണൊക്കെ വീണവൻ ഇല്ല, ചെരിഞ്ഞു പോയതാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും അതിലിറക്കാം. നമ്മള് താഴ്ചയും കയറ്റമൊക്കെ ചെയ്തോണ്ടേ അടിപൊളിയാണ്ട സംഭവം. നടുവേനുള്ളവരൊന്നും വരാൻ നിൽക്കരുത് കേട്ടോ. നടുവൊക്കെ എപ്പോ പോയിന്ന് വെച്ചാൽ മതി. കണ്ട ബീച്ചാണ്ട. വീഡിയോഗ്രാഫറെ കിട്ടിയിട്ടുണ്ട് പ്രണവ് ഭായ്. പ്രണവ് ഭായ് ഒന്ന് തിരിഞ്ഞേ. നമ്മളവിടെ കണ്ടില്ലേ റെന്റിനെടുത്ത് ബഗ്ഗികളൊക്കെ ഓടി. ചില ആൾക്കാർക്ക് പ്രൈവറ്റ് ആയിട്ടുണ്ട്, ചില ആൾക്കാർ റെന്റിനൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടാണ് ബ്രദറും പ്രണവ് ഭായും. ഇവിടുന്ന് ബീച്ചിന്റെ അങ്ങനെ നോക്കുമ്പോ ഭയങ്കര താഴ്ച ഉണ്ടാ, നല്ല താഴ്ച ഉണ്ട്. അവിടെ ഇറങ്ങിക്കോ, ഷൂ അഴിച്ചിട്ടോ. ഒരു ചെറിയൊരു ബഗ്ഗി വന്ന് മുഖം കാണിച്ചിട്ട് പോയിട്ടാ പോണ പോക്കോക്കി. റിയാസ് ഭായ് ഷൂ ഒക്കെ അഴിച്ചിട്ട് നടന്നോ, അതാണ് അടിപൊളി. അല്ലാണ്ട് കയറാൻ ഭയങ്കര പാടാണ്ടാ. എന്റെ ഷൂവിന്റെ ഉള്ളിലൊക്കെ ആയി മണലേറി. ഷൂവിന്റെ ഉള്ളിൽ മൊത്തം മണലായിട്ടാ. എന്തോരം മണലത്. അങ്ങനെ ബ്രദർ ഒന്ന് റേസ് ചെയ്യാന്ന് വിചാരിച്ച് ഇപ്പൊ വണ്ടി എടുത്തോണ്ട് പുള്ളി അങ്ങോട്ട് പോവാണ് റേസ് ചെയ്യാൻ വേണ്ടി. അതായത് ആ വീഡിയോ ഒന്ന് കാണാലോ നമുക്ക്. വിചാരിക്കണ പോലെയല്ലടാ, ഭയങ്കര പാടാണ് മണലിൽ കൂടി വണ്ടി ഓടിക്കല്. അതിൻ്റെ വണ്ടികളൊക്കെ വന്ന് നോക്കി അവിടെ നിന്ന്. ഈ സൂര്യന്റെ വെട്ടത്തുനിന്ന് വണ്ടി കാണാൻ എന്തൊരു ഭംഗിയല്ലേ, നല്ല രസം. മണലും ആ സൂര്യന്റെ വെട്ടം. ലാൻഡ് ക്രൂയിസറോ നോക്കി എൻ്റെ ഇടക്ക്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വണ്ടികളൊക്കെ ഇവിടുന്ന് ഏത് വഴിയൊക്കെ വന്നാൽ നമുക്കൊരു പിടുത്തം കിട്ടൂല. എൻ്റെ ബ്രദറേ ഈ ഡെസേർട്ട് ഡ്രൈവിലൊക്കെ എക്സ്പെർട്ട് ആണ്. പുള്ളിക്കാരെ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ടൊക്കെ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡെസേർട്ട് ഡ്രൈവിന് വെള്ളിയാഴ്ച ദിവസമൊക്കെ. ഞാൻ എന്തായാലും പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടാ. ഒരു കുത്തനൊരു ഇറക്കുണ്ട് കേട്ടോ. ഇറക്കിക്കോ, താഴേക്ക് തന്നെ ഇറക്കിക്കോ. അടിപൊളി. ഇത് ഭയങ്കര കുത്തനുള്ള ഇറക്കുണ്ട്. ചപ്പൊന്നോ പോണേ. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു ലാൻഡ് ക്രൂസറൊക്കെ പോണെങ്കി എന്നാ സ്പീഡാണ്. ബൈക്ക് നോക്കിയ എന്നാ സ്പീഡാണ് പോണത്. അവനാ അവിടെ അറ്റത്തെത്തി. സൂപ്പറുണ്ടോ പോണത് കാണാനായിട്ട്. ചാടിച്ചാടി ഈ വണ്ടി നേരെ അങ്ങോട്ട് പോയിരുന്നു പൊതയൂലായിരുന്നു. ഇതേ ബ്രദറൊക്കെ പോകണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാനും കൂടി കയറി നോക്കട്ടെ. വേണ്ടി വരൂലെന്നാണ്, മുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പുണ്ട്. നമുക്ക് കയറി നോക്കാം. വീഡിയോ എടുത്തോണ്ടിരിക്കുക. കുറെ നേരം വണ്ടി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ഒന്നും ഹെൽപ്പ് ഒന്നുമില്ല. ഇതേ താനെ ഇറങ്ങി വന്നിട്ട് ഇപ്പൊ സംഭവം.
എന്തായാലും കൊള്ളാം. മുമ്പ് ഇതുപോലെ ഞങ്ങളുടെ വണ്ടിയും പൊതിഞ്ഞാണ്, ഭയങ്കര പാടായിരുന്നു പിന്നെ ഇറക്കാം. പിന്നെ ബെൽറ്റൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയത്, വേറെ വണ്ടിയൊന്നും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മതി വെറുതെ പോലെ. കുറച്ച് നേരം സൺ റൂഫ് തുറന്നിട്ട് ഇതിന്റെ മുകളിൽ കയറി വീഡിയോ എടുത്ത് നോക്കാം, അവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാല്ലേ. പക്ഷെ എന്റെ പൊന്നോ കൊള്ളട്ടെ, നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം. ഇത് ഫുള്ള് ഓപ്പൺ. കുറച്ചോനെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടാ. അവിടെ നിന്നൊക്കെ ആൾക്കാരെ കൈയോക്കി കാണിക്കുന്നുണ്ട്. ഈ സംഭവം കൊള്ളാട്ടോ. ഞാൻ അകലെ നോക്കിയതാണ്. അപ്പൊ നോക്കി ചെറിയ വണ്ടിയാണിത്. ഒരു ആളും അയാളുടെ കൊച്ചും കൂടി ഓടിക്കണാണ് ഈ വണ്ടി, മരുഭൂമി കൂടി. സെറ്റപ്പിലെ വണ്ടി നോക്കി നോക്കിയേ. GMCയുടെ വണ്ടിയാണെന്ന് തോന്നുന്നത്. ചെറിയൊരു വണ്ടിയാണ്. അതിനോട് പാരാഗ്ലൈഡും കൊണ്ടിട്ട് അവിടെ നിന്ന് നല്ലൊരു കാഴ്ച അവിടെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെ ഏറ്റവും കയറണം നോക്കിയത്. പവറാണ് ഈ വണ്ടി. ഡിഫൻഡറാണ് ഈ വണ്ടി. ഡിഫൻഡറിന്റെ ചെറിയ ടോയ് കാറ്. ഓ ടയറൊക്കെ നോക്കി മണ്ണ് പോണക്കി അടിപൊളി. ഭയങ്കര ചെറുക്കിങ്ങിട്ട് വണ്ടി. എന്റെ പൊന്നോ, ഇത് ഞാൻ സൺറൂഫ് തുറന്നിട്ട് മോളിൽ നിന്നിട്ട് എടുക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. കേറണ്ടായില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഓ അകലേന്നാട്ടാ വണ്ടി വന്നത്. എന്തൊരു സുഖമായിട്ടാണ് വണ്ടി കയറണ നോക്കി. ഞാൻ നടന്നിട്ട് എന്റെ കാലൊക്കെ കഴിച്ച് ഇരിക്കാണ് നോക്കി. നല്ല പവറുള്ള വണ്ടിയാണ് ഇത്, അർമദ. ഈ വണ്ടി ഒന്ന് സെയിൽ ചെയ്യണ്ടെന്ന് കേട്ട്. അകലെ നോക്കി ഒരു പാരാഗ്ലൈഡ് നോക്കി. കാറും ബൈക്കാണ്. ബൈക്ക് കയറി നോക്കി, സ്മൂത്തായിട്ടാണ് ബൈക്ക് കയറിയത്. ഈ കാർ കുറെ നേരമായിട്ട് കയറാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണല്ലോ. അവിടെ എത്തിയപ്പോ ഈ സാധനം റിവേഴ്സ് പോയത്. ആ ബൈക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്ത്. സാറിന് ഈ കാറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കയറാണ്. ചിലപ്പോൾ ഓടിക്കണതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാനാ ചാൻസ് തോന്നുന്നു ഇത് ഇറങ്ങിപ്പോണത്. ഇപ്പൊ എന്താ സംഭവം, ബൈക്ക് ആ ബൈക്കാരനാണ്ടാ പോണോ നോക്കി. ആ ബൈക്ക് പിന്നെയും വന്നെ ഭയങ്കര സ്പീഡിലാട്ടോ വന്നത്. മാറി നിന്നേക്കെ ചിലപ്പോ ഞാനും വഴി നമ്മുടെ മെത്തേക്ക് കയറും. ഓ അതിനടുത്ത് ബഗ്ഗികളുടെ റേസ് എന്താ അടിപൊളിയെന്ന് പറയും സംഭവം പോണ കാണാനായിട്ട്. ആ കാർ കയറുമോ നോക്കട്ടെ, ഇതിലെങ്കിലും കയറുമോ നോക്കട്ടെ. ആ കാർ ഇല്ലില്ല, കയറണില്ല. അതവിടെ പിന്നെ സ്റ്റോപ്പായി. ഒരു ബഗ്ഗി പോയതുണ്ട് ഇപ്പൊ, ഭയങ്കര പൊടിയിട്ടാ. അവിടെ നിന്ന് ഒരു ബഗ്ഗിയും പിന്നെ അതുപോലെ തന്നെ നേരത്തെ പോയ ബൈക്കാരും കൂടി മന്നോക്കി. ഓഹ് എന്താ പോക്ക്, രണ്ടൊരു മത്സരമാണ്. സംഭവം ഒരു രക്ഷയിലെടുത്ത പൊളിയാണത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വൈബ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തോരം വണ്ടികളാണ്, റേസിങ്, ബഗ്ഗി, കാറ്, ബൈക്ക് ഒക്കെ കൂടിയിട്ട് സംഭവം പൊളി. ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ കണ്ടില്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇൻലാൻഡിലേക്ക് പോകണം, പക്ഷേ ഇൻലാൻഡിലേക്ക് പോകാൻ സമയമില്ല. നമുക്കിനി താഴെ എന്തോ ഫുഡ് കോർട്ട് ഉണ്ട്, അത് കവർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ കവർ ചെയ്യാം. സംഭവം കൊള്ളാട്ടാ. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടക്കണുണ്ടില്ലേ. അവിടെ താഴത്ത് കുറേ ടെൻ്റൊക്കെ കിട്ടി ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടെന്റുകളും പിന്നെ അതുപോലെ തന്നെ കാരവനൊക്കെ ആയിട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്. ഈ തണുപ്പ് സമയത്തൊക്കെ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നൊക്കെ സ്റ്റേ ചെയ്യാറുണ്ട്. ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ശബ്ദമുണ്ടോ വണ്ടികളൊക്കെ പോണാരുടെ. മിക്ക ചിലപ്പോൾ വോയിസ് എല്ലാം ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാലേ വണ്ടികളുടെ സൗണ്ടൊക്കെ കാരണം നമുക്കൊന്നും കേൾക്കണം. വണ്ടിയുടെ സൗണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ തണുപ്പുണ്ട് കേട്ടാ ഇവിടെ. ഇന്ന് ചെറുതല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. ജാക്കറ്റ് നിർത്താറില്ല. ഇത് കണ്ടപ്പോഴേ ബ്രദറിനൊന്ന് താഴേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി വണ്ടിയും കൊണ്ട് പോകാൻ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ പോകും പുള്ളി. അവിടെ നിന്ന് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭക്തി നോക്കി. ഞാൻ പറഞ്ഞ ബ്രദർ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കില്ലേ. പുള്ളിക്കാരന് എന്തായാലും താഴേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ, എന്നിട്ട് പിന്നെയും മുകളിലേക്ക് കയറ്റി നോക്കട്ടെ എന്താണ് സംഭവം നോക്കാല്ലേ. അപ്പൊ അർമദയാണോ ലാൻഡ് ക്രൂസറൊക്കെ ആണോ ഇത്തിരി ബെറ്റർ നോക്കാം. ഈ വണ്ടി എന്തായാലും നല്ല പവറുള്ള വണ്ടിയാണ്ടത്. അപ്പൊ എന്തായാലും താഴെ പോയിട്ട് വാ. അങ്ങനെ നമ്മുടെ വണ്ടി താഴേക്ക് ഇറങ്ങേണ്ടത്. ഇതേപ്പത്തെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പതുക്കെ പോയി ഇതേ ചെരിഞ്ഞാണല്ലോ പോണത്. ചെരിഞ്ഞാണല്ലോ പോണേ. ഇപ്പൊ ലെവലായിട്ട് അവിടെ 3-4 വണ്ടി കിടപ്പുണ്ടായിരുന്നു ഇതുപോലെ കയറ്റാൻ വേണ്ടി. അപ്പൊ അതെ ഒരു ലാൻഡ് ക്രൂസർ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നിട്ടാ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. അതപ്പോ ഫുള്ള് കയറിയിട്ടില്ല, അത് ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി പകുതി എത്തിയത്. അപ്പൊ അതിന് ഫുള്ള് കയറാൻ പറ്റിയില്ല ആ വണ്ടിക്ക്. ഇതിലെ ലാൻഡ് ക്രൂസർ എന്തായാലും കയറും മോനെ. നോക്കിയോ നല്ല സ്പീഡിലാണ് വന്നത്. ഇതെന്തായാലും കയറും, കയറാതിരിക്കില്ല. അമ്മാതിരി നേരത്തേക്ക് വണ്ടി അവിടെ എത്തിയപ്പോ സ്ലോ ആയിരുന്നു, വലിയ ഉണ്ടായില്ല. എന്തായാലും കയറിയ ഇത് നമ്മുടെ വണ്ടി അർമദ കയറണം നോക്കിയേ. ഇതെന്താ പകുതി കയറുള്ളൂ. എന്താ വെച്ചാല് അവിടെ എത്തിയപ്പോ സ്ലോ ആയി നിന്ന് വണ്ടി. ഇതിപ്പോ വലിയ ഫുൾ കാല് കൊടുക്കണമായിരുന്നോണ്. റിയാസ് ഭായ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഭക്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് വേറൊരു ലാൻഡ് ക്രൂസർ തന്നെ ഉണ്ട്.
അതെന്തായാലും ഇത് അടിപൊളിയായിട്ട് കയറിയിട്ടാ. ഇത് പുതിയത് വന്നായിരുന്നു അവിടെ നിന്ന്. ദേവി നമ്മുടെ അർമത വീണ്ടും വന്ന്. ഇതെന്തായാലും നല്ല സ്പീഡ് ഉണ്ട് അവിടെ നിന്ന് പോകുന്നപ്പോൾ. നേരത്തെ അത്ര സ്പീഡ് ഉണ്ടായില്ല കേട്ടാ. ഇത് കയറുണ്ട്. ആ കേറി 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 അടിപൊളി. ഓ നമ്മള് കേറി, ഫൈനലി കേറി. അപ്പൊ ബെറ്റർ ഇതാണ്, അർമത തന്നെയാണല്ലോ ലാൻഡ് ക്രൂസിനേക്കാളും. അല്ലെങ്കിൽ അവന്മാര് ഓടിച്ചതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അതിനപ്പോ സക്സസ്ഫുൾ ആയിട്ട് നമ്മള് തെറ്റില്ല. അങ്ങനെപ്പോ അത് കേറിയല്ലേ, ലാൻഡ് ക്രൂസറിനേക്കാളും പേര് നമ്മുടെ അർമത തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചയെ കണ്ടു കഴിഞ്ഞ് പോവാല്ലേ. പോകുന്ന വഴിക്ക് ഒരു വണ്ടി പൊതഞ്ഞു പോയിട്ടുണ്ട്, കണ്ടില്ലേ? അത് ഏത് വണ്ടിയാണ് പൊതഞ്ഞേക്കുന്ന ഒരു പിടുത്തമില്ല. ലാൻഡ് ക്രൂസർ ആണോ അതോ GMCയുടെ വണ്ടിയാണോ എന്ന് അറിയില്ല കേട്ടാ. കയറൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ടെന്റിലൊക്കെ മൊത്തം ലൈറ്റുകളൊക്കെ ആയിട്ടാ, ഇരുട്ടി തുടങ്ങിയാലോ. അങ്ങനെ ഫൈനലി നമ്മളിത് ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് എയർ കയറ്റാൻ വേണ്ടി കിടക്കുകയാണ്. ഇപ്പൊ വണ്ടിയിൽ ക്യൂ ഉണ്ട്. ഇത് ഇവിടെ ക്യാരവനൊക്കെ റെന്റിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റും പിന്നെ അതുപോലത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. ഞാൻ എന്തായാലും ഇറങ്ങണില്ല, വണ്ടിയിൽ ഇരുന്നോട്ട് ഈ കാഴ്ചയൊക്കെ കാണാം നമുക്ക്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറെ കച്ചവടക്കാരും അതുപോലെ തന്നെ കുറെ ബഗ്ഗികളൊക്കെ അവിടെ നോക്കി. എന്തായാലും സംഭവം കൊള്ളാട്ടത്. വൈകുന്നേരത്തെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി. ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കണം, ഒരുപാട് സമയമായി. ഞാനിപ്പോ തിരിച്ച് വണ്ടിയിലേക്ക് വന്നിരിക്കുന്നു. അവരെല്ലാവരും പോയി. പിന്നെ അവിടെയുള്ള ഫുഡ് സ്ട്രീറ്റും എനിക്ക് ഇറങ്ങിയെടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം നാളെ എല്ലാവർക്കും ഡ്യൂട്ടിയും എനിക്കും ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയപരിധിക്കുള്ളിൽ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഡെസേർട്ട് ഡ്രൈവ് നല്ലൊരു അനുഭവം തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെസേർട്ട് ഡ്രൈവിനോട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ബ്രദറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോയിട്ട് പോവാറുണ്ട് ഡെസേർട്ട് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ കേട്ടോ. അപ്പൊ ചിലപ്പോൾ എടുത്ത വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം ജമ്പിങ് ആയിരുന്നു കംപ്ലീറ്റും ഡെസേർട്ട് ഡ്രൈവ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ നിൽക്കിയാലോ നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും.